ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനാഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി ഇടുമെന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണേൽ കൂട്ടോ കുറക്കോ ചെയ്യാം. ഈ പുഡിംഗ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, സാധാരണ ജലാറ്റിനൊക്കെ ചേർത്ത് ഉണ്ടാക്കണ പോലെ. അപ്പൊ അതിന് പകരം നമ്മൾ എടുക്കുന്ന കോൺഫ്ലോർ ആണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പിന്റെ അടുത്ത് പാൽ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഈ കോൺഫ്ലോർ കലക്കിയത് നമുക്ക് പാലിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം അത് ചൂടാവുമ്പോൾ തന്നെ ഇതേപോലെ കുറുകി വരും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ മാത്രമേ ആ കോൺഫ്ലോറിന്റെ ആ കുത്തുന്ന ടേസ്റ്റ് പോയി കിട്ടുള്ളൂ. ഇല്ല കോൺഫ്ലോറിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് ചെയ്യുന്നത് വെറും പാലിന്റെ അതേ ഫ്ലേവറിലാണ്, എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ എസൻസ് എന്തെങ്കിലും സ്ട്രോബെറി അതേപോലെ പിസ്ത അതൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. അതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ സ്കിപ്പ് ചെയ്യാം, ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ കുറുകിയെടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്കൊരു 5-8 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ അതിന്റെ സൈഡൊക്കെ നന്നായിട്ട് വിടുവിച്ചെടുക്കണം. ഇതിൽ ശരിക്കും 1/2 ലിറ്റർ പാലിന് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കറക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ കുറുക്കിയെടുക്കുന്നതിനനുസരിച്ചിരിക്കും ഇത് സെറ്റ് ആവുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ല, കറക്റ്റ് ആയിട്ട് കുറുകിയിട്ടില്ലെന്നാണ്. അപ്പൊ ഇതേപോലെ ഇരിക്കണം. നല്ല കട്ടിയിലാണ് ഉണ്ടാവുക, നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ താഴോട്ടേക്ക് ഒഴിക്കുന്ന സമയത്ത് വീഴുകയും വേണം, എന്നാൽ ഒത്തിരി സ്പീഡിൽ അങ്ങോട്ട് വീഴാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. അപ്പൊ ഞാനിത് ചൂടോടെ തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം ഉള്ളത് അതിനകത്തോട്ട് ഒഴിച്ചു വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇത് സെറ്റ് ആവാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട, പക്ഷെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ ഞാനിത് ഒരു 3 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ വെക്കണ്ട. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാലൊന്ന് വേവിക്കുന്നതിന്റെ ഇടയിൽ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ഫ്ലേവർ ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5-6 ഡ്രോപ്പ് വാനില എസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എസൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പഴയ റെസിപ്പിയാണ്, ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ കമന്റ് ചെയ്യുക ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നല്ല ക്രീം മാതിരി ഉണ്ടാവുക, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇൻഷാല്ല മറ്റൊരു കില്ലർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.